കരുണാമയനായ പൊന്നുണ്ണിക്കണ്ണ, നിന്റെ പൂവുടലെന്നും കനി കാണണം കണ്ണാ, കനി കാണണം. കരുണാമയനായ പൊന്നുണ്ണിക്കണ്ണ, നിന്റെ പൂവുടലെന്നും കനി കാണണം കണ്ണാ, കനി കാണണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരിയോം ഹരിയോം. ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ട് അല്ലേ. ഇന്ന് എങ്ങനെയാണ് പൊന്നുണ്ണി എന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എന്നോടൊപ്പം എല്ലാവരും ശ്രീലകത്തേക്ക് വരിക കേട്ടോ. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ്, ഏത് ഭാവത്തിലാണ് ദാമോദര ലീല ആടിയിട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കളിപ്പിക്കാനായിട്ട് ഏത് ഭാവത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണണ്ടേ. അങ്ങനെ നമ്മള് പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിലേക്ക് എല്ലാവരും വരിക കേട്ടോ. നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് കൊടിമരത്തിന്റെ താഴേക്കൂടെ ഭഗവാനെ കാണാനായിട്ട്, പൊന്നുണ്ണിയെ കാണാനായിട്ട് അതാ നമ്മളിങ്ങനെ ശ്രീലകത്ത് എത്താട്ടോ. അതാ നോക്കൂ, പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് ആ നെയ്വിളക്കിന്റെ ആ ശോഭയിൽ ഇങ്ങനെ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി അങ്ങനെ പൊന്നുണ്ണി ഇങ്ങനെ നിൽക്കുകയാണല്ലേ. എവിടെയാണ് ആ പൊന്നോടക്കുഴലൊക്കെ ഇങ്ങനെ വലത്തുകയിലിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊന്നിന്റെ പട്ടൊക്കെ കൊടുത്തുകൊണ്ട് അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി മയിൽപ്പീലിയൊക്കെ നല്ല ഭംഗിയിൽ വെച്ചുകൊണ്ട് എന്താണ് കയ്യിൽ എന്താ ഉള്ളത്? കയ്യിലൊരു നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കയ്യിൽ അതാ പിടിച്ചിരിക്കുന്നു നെറ്റിപ്പട്ടം. അതിമനോഹരമായ സ്വർണത്തിൽ തിളങ്ങുന്ന ആ നെറ്റിപ്പട്ടം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ്. കാത്തിങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ ഭക്തരായ ഓരോരുത്തരെയും, ആ ശ്രീലകത്തേക്ക് വരുന്ന ഓരോരുത്തരെയും കാത്തിങ്ങനെ ആ പൊന്നുണ്ണി ഇങ്ങനെ നിൽക്കുന്ന ഭാവമാണെന്ന് നമ്മള് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. ആ പൊന്നുണ്ണി എന്തൊക്കെയാണ്, ആ മഞ്ഞപ്പട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അയൽപ്പീലിയൊക്കെ നിറയിൽ ചൂടിയിട്ടുണ്ട്, അങ്ങനെ ഓടക്കുഴലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, 2-3 മാലകളൊക്കെ ഇട്ടുണ്ട്, ഉണ്ടമാല വനമാല എല്ലാം പതിവ് പോലെ എല്ലാ മാലകളും ഇട്ടിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ അതിഭയങ്കരമായിട്ട് വീതി കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കാൽത്തളകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. എന്തൊരു ഭംഗിയാലേ പൊന്നുണ്ണി കാണാൻ. അങ്ങനെ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ അതിമനോഹരമായി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. ഒരു കുട്ടി കുറുമ്പൊക്കെ ഉണ്ട് അല്ലേ, കുറുമ്പുള്ള ഭാവമാണ്. തലയൊക്കെ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിരിക്കുന്നു. അങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കയ്യിലാതാ ഒരു നെറ്റിപ്പട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ ഇപ്പൊ കഥ നോക്കൂ, ആ നെറ്റിപ്പട്ടൊക്കെ എന്താ പിടിച്ചിരിക്കുന്നത്? നമുക്ക് ഇങ്ങനെ എന്തായിരിക്കും? കണ്ണനിങ്ങനെ നെറ്റിപ്പട്ടൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞൊരു നെറ്റിപ്പട്ട അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല തിളക്കത്തിൽ അതിമനോഹരമായ സ്വർണ്ണവർണ്ണത്താൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ കാണാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ ഭക്തരായിട്ടുള്ള എല്ലാവരെയും കാത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ടിങ്ങനെ ആ കണ്ണിലെ അതിമനോഹരമായ തിളക്കത്തോടു കൂടി ആ പുഞ്ചിരി ഇങ്ങനെ മായാതെ നമ്മളെയൊക്കെ കാത്ത് ഭഗവാൻ ഇങ്ങനെ ഭക്തരെ കാത്തു നിൽക്കുന്ന ഒരു ഭാവമാണ് പൊന്നുണ്ണിക്കുള്ളത്. അതിങ്ങനെ കാണാനായിട്ട് ആ നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക, ആ ശ്രീലകത്തേക്ക് ഭഗവാന്റെ ആ അടുത്തേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സദാസ്വയം പ്രാർത്ഥിക്കുന്നു കേട്ടോ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഈ നെറ്റിപ്പട്ടം എന്താ പിടിച്ചേക്കുന്നത് എന്നുള്ളതാ അല്ലെ. എന്തിനാ നെറ്റിപ്പട്ടം പിടിച്ചേക്കുന്നത്? നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു നെറ്റിപ്പട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാല്ലേ, അതിമനോഹരമായിട്ട്. പൊന്നുണ്ണി ഇങ്ങനെ അതാ ചിരിക്കുന്നുണ്ട് നമ്മളെ നോക്കിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കാണുമ്പോളേ ഉച്ചപൂജ അലങ്കാരത്തില് ഭഗവാന്റെ പൊന്നുണ്ണിയുടെ ഇങ്ങനത്തെ കുസൃതികളൊക്കെ കാണുമ്പോളേ എനിക്കിങ്ങനെ പറയാൻ തോന്നാണ്. കണ്ണൻ അതാ ആ നെറ്റിപ്പെട്ടുണ്ടല്ലോ, നമ്മളെ ഇങ്ങനെ കാത്തിരിക്കണ്ടല്ലോ. നമ്മള് ഭക്തരിങ്ങനെ കാത്തു ഇങ്ങനെ ഇരിക്കുകയാണേ. അതെ, ആ നെറ്റിപ്പെട്ടുണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്ക് വെച്ച് തരാനാട്ടോ. ഞാൻ അത്ഭുതപ്പെടുക. കണ്ണനെ ഇങ്ങനെ ആ കുഞ്ഞ നെറ്റിപ്പെട്ട് നമ്മുടെ നെറുകയിൽ ചൂടാനായിട്ട് കണ്ണൻ അതാ അതും പിടിച്ച് നിക്ക, നമ്മളെ കാത്തു നിക്ക നോക്ക്. അങ്ങനെ ആ നെറ്റിപ്പട്ടം അങ്ങനെ നമ്മളിങ്ങനെ അണിയിച്ചു തരാനായിട്ട് സാധാരണ കിരീടമൊക്കെ അല്ലേ വെക്കാറ്. അതാ ഇത് നമുക്ക് തരുന്ന ഒരു എന്താ പറയാ അതിമനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ അതാ ആ പൊന്നിന്റെ നെറ്റിപ്പട്ടൊക്കെ വെച്ച് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കണ്ണനിങ്ങനെ തരുവാണ്. എന്താല്ലേ, ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ശ്രീലകത്ത് നിൽക്കാണ്, കണ്ണൻ ഇങ്ങനെ കാണാണ്. കണ്ണൻ അതാ നമുക്ക് ഓരോരുത്തർക്കും എന്നും എണ്ണയല്ലേ തരാറ്. എന്നും ഓരോന്നുണ്ടാവും കയ്യിലല്ലേ, ഓരോ ഭാവങ്ങളുണ്ടാവും കയ്യില്. പൊന്നോട് കുഴലൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ട് ഇങ്ങനെ നമ്മളെ ഭയങ്കരമായ സന്തോഷത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് കണ്ണന് എന്തൊരു ഇഷ്ടല്ലേ. അങ്ങനെ ഭക്തരെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്, എന്തൊക്കെ പറഞ്ഞാണ്, എന്തൊക്കെ കാണിച്ചാണ് ഭക്തരെങ്ങനെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഭക്തരെ കാത്തു നിൽക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആ പൊന്നിന്റെ നെറ്റിപ്പട്ടം ഇങ്ങനെ വെച്ച് തരാണ്. ആ നെറ്റിപ്പട്ടം ഇങ്ങനെ വെക്കുമ്പോ ഉണ്ടല്ലോ നമ്മൾ ഓരോരുത്തർ ആരായിത്തീരുന്നു. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ പോലെ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തോ നമുക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ ആ സന്തോഷത്തിൽ, ഭക്തരുടെ സന്തോഷത്തിൽ, അങ്ങനെ നമ്മുടെ ആ പുഞ്ചിരിയിൽ നമ്മളെ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെ നെറ്റിപ്പട്ടൊക്കെ തന്നുകൊണ്ട് നമുക്കിങ്ങനെ തന്നുകൊണ്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു ഭക്തിയിലെ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഓരോ നെറ്റിപ്പട്ടം ഇങ്ങനെ വാങ്ങാണ്. സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ നെറ്റിപ്പട്ടം പിടിച്ചാണ് കണ്ണൻ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത്. സത്യം അതാ ഇങ്ങനെ പറയാനായിട്ടാണ് എനിക്ക് തോന്നിയട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ പൊന്നുണ്ണി കണ്ണന്റെ ആ പുഞ്ചിരിയും നമുക്ക് തരുന്ന, നമ്മൾ ഓരോരുത്തർക്കും തരുന്ന നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയൊരു എന്താ പറയാ നെറ്റിപ്പട്ടം നമുക്ക് കിട്ടാണ്. നമുക്കൊരു അംഗീകാരം കിട്ടാണ് അല്ലെ. ആ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ആ കാരുണ്യവാനായിട്ടുള്ള സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ഭക്തർക്ക് കിട്ടുകയാണ്. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണ നമുക്ക് തരുന്ന ആ നെറ്റിപ്പട്ടൊക്കെ വെച്ച് തരുന്ന ആ ഭാവത്തെ മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരിക. നമ്മളെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട്, നമ്മളെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട്, നമ്മുടെ സർവ്വ ദുഃഖങ്ങളും വേദനകളും ഭഗവാനിൽ അലിഞ്ഞു ചേരട്ടെ. ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരട്ടെ കേട്ടോ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ തരികയാണ് അല്ലെ. അങ്ങനെയുള്ള അലങ്കാരം, നെറ്റിപ്പട്ടമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ നമുക്ക് തരികയാണ്. നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വെച്ച് തരികയാണ്. അങ്ങനെ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. എന്താ സന്തോഷം. കണ്ണൻ അങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് നിറയാണ്. ഇത്രയും ഭക്തരെ ഇത്രത്തോളം സ്നേഹത്തോടെ എപ്പോഴും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണനുണ്ട് കേട്ടോ കൂടെ. അതാ എന്തൊക്കെ തരാനും കണ്ണൻ തയ്യാറാണ്. എന്തൊക്കെ തരാനും, എന്തൊക്കെ നമുക്ക് നമ്മുടെ ശിരസിൽ അണിഞ്ഞു തരാനായിട്ട് കണ്ണൻ ഓരോന്നുമായിട്ട് ഭഗവാൻ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും പല രൂപത്തിൽ പല തരത്തിൽ നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനായിട്ട് കണ്ണൻ നമുക്ക്
ഓരോ കാര്യങ്ങളാണ് തരുന്നത് അല്ലെ. നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ നന്മ, നമ്മുടെ കരുണ, നമ്മുടെ കയ്യിൽ, നമ്മുടെ മനസ്സിലുള്ള കരുണ, ആർദ്രമായിട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്കത് ആ ഒരു കുഞ്ഞിൻ കിരീടം, അതേപോലെ ആ ഒരു കുഞ്ഞിന്റെ നെറ്റിപ്പട്ടം നമുക്ക് തരികയാണ് കണ്ണൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണി കണ്ണന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇന്ന് ആ നെറ്റിപ്പട്ടമൊക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് തന്ന അംഗീകാരമായിട്ട് പൊന്നുണ്ണി കണ്ണൻ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള കണ്ണനെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. ഇത്ര മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന പൊന്നുണ്ണി കണ്ണൻ നമ്മളെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആരിക്കൊരു തരാണ് അല്ലെ, ആശീർവദിക്കുകയാണ് അല്ലെ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ നമസ്കരിച്ചുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട്, മനസ്സിങ്ങനെ കുളിർത്തുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണന്റെ അനുഗ്രഹത്താൽ എല്ലാം അനുഗ്രഹമായിട്ട് തന്നെ കാണണം കേട്ടോ. നമുക്കിങ്ങനെ ഈ ഈ അനുഗ്രഹം, നെറ്റിപ്പട്ടമൊക്കെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, ആ സ്നേഹം എല്ലാം നമുക്ക് തരുന്ന അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ നമ്മളെല്ലാം അർപ്പിക്കുന്നു. നമ്മുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ എല്ലാം മാറ്റിത്തരട്ടെ. അങ്ങനെ ഭഗവാൻ നമ്മളെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ നന്മകൾക്കായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ നമുക്കതാ സമ്മാനങ്ങൾ തരുന്നു, നെറ്റിപ്പട്ടമൊക്കെ തരുന്നു, പൊന്നിൻ കിരീടമൊക്കെ നമുക്ക് തരുന്നു. ഹരേ കൃഷ്ണ. ആ പൊന്നു മയിൽപ്പീലിയൊക്കെ നമുക്ക് തരുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായിട്ട് ഇന്ന് ശ്രീലങ്കത്ത് എത്തിയിട്ടുള്ള എല്ലാവർക്കും എന്നോടൊപ്പം ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശൻ ദേശൻ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരിയോം ഹരിയോം. നമ്മൾ ഇന്ന് അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട്, മനസ്സ് നിറഞ്ഞുകൊണ്ട്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നെറ്റിപ്പട്ടത്തിന്റെ അംഗീകാരത്തിന്റെ, ആ മാധുര്യത്തിന്റെ, ആ സ്നേഹത്തിന്റെ എല്ലാ നന്മകളും അറിഞ്ഞുകൊണ്ട്, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും എന്താ പറയാ, എല്ലാവർക്കും മനസ്സമാധാനം, ശാന്തി, സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.